ഇന്നത്തെ അറിയിപ്പുകൾ. ഡിസംബർ അവധിയിൽ യാത്രക്കാരുടെ ഇഷ്ടമാർഗമായി കൊച്ചി വാട്ടർ മെട്രോ. ഫോർട്ട് കൊച്ചിയിലേക്ക് വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ വെക്കേഷനും കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങളും ആരംഭിച്ചതോടെ വാട്ടർ മെട്രോ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന യാത്രാമാർഗമായി മാറിയിരിക്കുകയാണ്. വിദേശികളും സ്വദേശികളും ഒരുപോലെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നതിനാൽ ഹൈക്കോർട്ട് ജംഗ്ഷനിലെ ടിക്കറ്റ് ക്യൂ ടെർമിനലിന് പുറത്തേക്ക് വരെ നീണ്ടുകിടക്കുകയാണ്. നിലവിലെ ട്രാഫിക് ബ്ലോക്കുകൾ കാരണം റോഡ് മാർഗം ഫോർട്ട് കൊച്ചിയിലെത്താൻ ബുദ്ധിമുട്ടുള്ളതിനാൽ യാത്രക്കാർ കൂടുതലും വാട്ടർ മെട്രോയെയാണ് തിരഞ്ഞെടുക്കുന്നത്. പുതുവത്സര ദിനത്തിൽ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. ഒരേ സമയം പരമാവധി 100 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ബോട്ടുകളിൽ 96 പേർ കയറുമ്പോൾ തന്നെ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി വാതിലുകൾ സ്വയമേവ അടയുന്ന രീതിയാണ് നിലവിലുള്ളത്. പുതുവത്സരാഘോഷങ്ങൾ കണക്കിലെടുത്ത് വാട്ടർ മെട്രോ സർവീസ് പുലർച്ചെ 4 മണിവരെ നീട്ടിയിട്ടുണ്ട്. ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ടിക്കറ്റ് നിരക്ക് 50 രൂപയാണ്. എന്നാൽ പുതുവത്സരത്തോടനുബന്ധിച്ച് നിരക്കിൽ നേരിയ വർധനവുണ്ടാകുമെന്നാണ് സൂചന. എറണാകുളം ബോട്ട് ജെട്ടിയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ സർവീസ് ഉണ്ടായിരുന്നാലും ബോട്ടുകളുടെ കുറവ് കാരണം ഭൂരിഭാഗം യാത്രക്കാരും വാട്ടർ മെട്രോയെയാണ് ആശ്രയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ശനിയാഴ്ച കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചതായി KSDMA വ്യക്തമാക്കി. 27 രാത്രി 11:30 വരെ കേരള തീരത്ത് 0.2 മീറ്റർ മുതൽ 0.7 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം. ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണത്തെ പുതുവത്സരാഘോഷങ്ങൾ ചരിത്രത്തിലേക്ക് മാറുന്നു. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആദ്യമായി 2 പാപ്പാഞ്ഞിമാരെ ഒരേ സമയം കത്തിക്കാനാണ് തീരുമാനം. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടും വേളി ഗ്രൗണ്ടും കേന്ദ്രീകരിച്ചാണ് പാപ്പാഞ്ഞികളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇരുയിടങ്ങളിലും പാപ്പാഞ്ഞി കത്തിക്കുന്നതിന് പോലീസിന് എതിർപ്പില്ലെന്ന് അധികൃതർ അറിയിച്ചു. വൻ ജനത്തിരക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഏകദേശം 1300-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ കേന്ദ്രങ്ങളിലായി വിന്യസിക്കും. ട്രാഫിക് നിയന്ത്രണം, ജനക്കൂട്ട നിയന്ത്രണം, അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യൽ എന്നിവയ്ക്കായി പ്രത്യേക സുരക്ഷാ പദ്ധതിയും നടപ്പിലാക്കും. കഴിഞ്ഞ വർഷം ഹൈക്കോടതി 2 പാപ്പാഞ്ഞിമാർക്ക് അനുമതി നൽകിയിരുന്നെങ്കിലും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് പരേഡ് ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞി കത്തിക്കൽ ഒഴിവാക്കുകയും വേളി ഗ്രൗണ്ടിലെ പാപ്പാഞ്ഞിയെ മാത്രമാണ് കത്തിച്ചിരുന്നത്. അതോടൊപ്പം കൊച്ചി കാർണിവൽ കമ്മിറ്റി എല്ലാ ആഘോഷ പരിപാടികളും റദ്ദാക്കിയിരുന്നു. ഇത്തവണ എല്ലാ നിയമാനുസൃത അനുമതികളും മുൻകൂട്ടി നേടിയിട്ടുണ്ടെന്നും ആഘോഷങ്ങൾ നിയന്ത്രിതവും സുരക്ഷിതവുമായ രീതിയിലായിരിക്കും നടത്തുകയെന്നും സംഘാടകർ വ്യക്തമാക്കി. ഫോർട്ട് കൊച്ചിയുടെ പുതുവത്സരാഘോഷങ്ങൾ കൂടുതൽ വിപുലവും സുരക്ഷിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരട്ട പാപ്പാഞ്ഞി കത്തിക്കൽ തീരുമാനിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.